ഒരാളെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല താനെന്നും കോടതിയിലെ പരിഗണനയിലുള്ള കേസിൽ പ്രതിയായവർ അനുഭവിച്ചതിലും അനുഭവിക്കുന്നതിലും താൻ സന്തോഷിക്കുന്നില്ലെന്നും ഹണി റോസ്. മനോരമ ന്യൂസ് നേരെ ചൊവ്വയിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഒരു വാക്കുകൊണ്ടുപോലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ എപ്പോൾ നോക്കിയാലും ചിരിച്ച മുഖമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. മനസമാധാനവും സ്വസ്ഥതയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന അവസ്ഥയിലെത്തിയപ്പോൾ എടുത്ത തീരുമാനമാണ് ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്നത്. അതിൽ അവർ അനുഭവിക്കുന്നതിൽ സന്തോഷിക്കുന്നില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ചെയ്തതിൽ യാതൊരു പശ്ചാത്താപവുമില്ലെന്നും ഹണി റോസ് പറയുന്നു. ഇത് ഞാൻ മാത്രം തുടങ്ങിവെച്ച പോരാട്ടമല്ലെന്നും താരം പറയുന്നു. ഒത്തിരി ആളുകൾ കുറെ വർഷമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണിത്. ഒരു പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ക്രൈമുകളെ അത്രത്തോളം പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. ഇതിനുശേഷം അമ്മ അസോസിയേഷൻ, പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെ എല്ലാ സംഘടനകളും അതിലെ മുതിർന്ന ആളുകളും രാഷ്ട്രീയക്കാരും വിളിച്ച് സംസാരിച്ചു. വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഞാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ആളുകൾ അടുത്തു വന്നിട്ട് നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്ന് പറയും. ചിലർ പറയും അവർക്ക് പെൺമക്കളുണ്ടെന്ന്. അവർക്കാണ് ഒരുപാട് സംസാരിക്കാനുണ്ടാകുക. അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നുമെന്നും ഹണി റോസ് പറയുന്നു. അപ്പനായാലും അമ്മയായാലും എനിക്ക് എപ്പോഴും ശക്തമായൊരു പിന്തുണയുണ്ടായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ആളുകളും അത്രയും ശക്തമായിട്ടാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നത്. ഇവരുടെ ഭാഗത്തു നിന്ന് സ്ഥിരം വഴക്കു കേൾക്കുന്ന ഒരു കാര്യമാണിത്. ഞാൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന്. ആളുകൾക്ക് തട്ടിക്കളിക്കാൻ നിന്നുകൊടുക്കുന്നത് എന്തിനാണെന്നല്ല നാളുകളായി ഇവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം പുറത്തേക്ക് പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രശ്നവും ബഹളവും നമുക്കറിയാവുന്നതാണ്. അതിന്റെ പേരിൽ ഇനി വരുന്നത് എന്തായിരിക്കും എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് മാക്സിമം മാറി നിന്നത്. പിന്നെ ഇതൊരിടത്ത് തുടങ്ങിയാൽ ഒരിടം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല. പരാതി കൊണ്ട് ഞാൻ മുന്നോട്ട് വരുമ്പോഴും ഇതിന് ഒരു അറുതിയൊന്നും വന്നിട്ടില്ല. ഇതെങ്ങനെ അവസാനിപ്പിക്കുമെന്നതും നമുക്കറിയില്ല. ഇതിന് ഒരു നിയമനിർമ്മാണം വേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിലേ മാറ്റം വരികയുള്ളൂ എന്നും ഹണി റോസ് പറയുന്നു. ന്യൂസ് ഡെസ്ക് 24 മലയാളം.